ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മുടെ ഫ്രീ സ്റ്റിച്ചിങ് ക്ലാസ്സിൻ്റെ അടുത്ത വീഡിയോ കൊണ്ടാട്ടോ ഞാനിന്ന് വന്നിട്ടുള്ളത്. അപ്പോൾ ഒരുപാട് പേര് റിക്വസ്റ്റ് ചെയ്തിട്ടുള്ള വീഡിയോ ആണ്. കിഡ്സിൻ്റെ സൈസ് ചാർട്ടാണ്. അപ്പോൾ നമ്മൾ ഫ്രോക്ക് സീരീസ് ആണല്ലോ ഇപ്പോൾ നമ്മൾ ചെയ്യുന്നത്. ഫ്രോക്കിൻ്റെ സ്റ്റിച്ചിങ്ങും കട്ടിങ്ങും ഒക്കെ ആണല്ലോ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഒരുപാട് പേര് കമൻറ്റിൽ ചോദിക്കുന്നുണ്ട്, 2 വയസ്സായ കുട്ടിയുടെ സൈസ്, 5 വയസ്സായ കുട്ടിയുടെ സൈസ് എന്നൊക്കെ ചോദിച്ചിട്ട് ഒരുപാട് പേര്. അപ്പോൾ അവർക്കൊക്കെ വേണ്ടിയിട്ടുള്ളൊരു വീഡിയോ ആണ് ഇന്ന് ഞാൻ കൊണ്ടുവന്നിട്ടുള്ളത്. അപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മൾ ഫ്രോക്കിൽ നിന്ന് എങ്ങനെ മെഷർമെൻറ്റ് എടുക്കേണ്ടത് എന്നുള്ളതൊക്കെ കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ വീഡിയോ കാണാത്തവരുണ്ടൊന്ന് കണ്ടു നോക്കട്ടെ. ഇനി നമ്മളൊരു സ്റ്റാൻഡേർഡ് മെഷർമെൻറ്റാണ് കാണിക്കുന്നത്. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് സ്ക്രീനിൽ കിഡ്സിൻ്റെ സൈസ് ചാർട്ടിൻ്റെ ഒരു ടേബിൾ കൊടുക്കാം. നിങ്ങൾ എന്ത് ചെയ്യുക, ഇന്ന് തന്നെ ഒരു ബുക്കിലേക്ക് അതൊന്ന് കോപ്പി ചെയ്ത് വെക്കുക കേട്ടോ, ഇല്ലെങ്കിൽ ഒന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കാം. അപ്പോൾ ഞാനിവിടെ ഒരു 1 to 2 ഇയർ സൈസ് വരുന്ന ഒരു കുട്ടിയുടെ ആ ഒരു സൈസ് ഞാൻ ഇതിലേക്ക് പേപ്പറിലേക്ക് എഴുതി വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് അളവ് മാത്രം കിട്ടിയാൽ പോരല്ല, അളവ് കിട്ടിക്കഴിഞ്ഞാൽ അത് എങ്ങനെയാണ് തുണിയിൽ ചെയ്യുക എന്നുള്ളതും കൂടി നിങ്ങൾ അറിഞ്ഞിരിക്കണം. അപ്പോൾ അത് നിങ്ങൾക്കൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാനിവിടെ ഒരു 1 to 2 ഇയർ ബേബിയുടെ ഒരു സൈസ് വെച്ചിട്ടൊരു എക്സാമ്പിളായിട്ട് ഞാൻ കാണിക്കുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് കുറച്ച് മെഷർമെൻറ്റുകൾ വരുന്നത് ഷോൾഡർ, ആം ഹോൾ, ഡെപ്ത്, നെക്ക് വിഡ്ത്ത് എല്ലാം ഞാൻ ഓരോന്നോരോന്നായിട്ട് ഇതിൽ എഴുതി വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടി ഞാനൊരു കുട്ടിയുടെ ഫിഗർ ഇവിടെ വരച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിൽ നമുക്ക് ഓരോ മെഷർമെൻറ്റുകൾ ഏതൊക്കെ ഭാഗങ്ങളിലാണ് ഓരോന്ന് അടയാളപ്പെടുത്തേണ്ടത് എന്നുള്ളതൊക്കെ ജസ്റ്റ് ഒന്ന് നോക്കാം. അപ്പോൾ വീഡിയോ മുഴുവനായിട്ട് നിങ്ങൾ കാണാം. എന്നിട്ട് എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റിൽ പറയാട്ടോ. അപ്പോൾ ഇവിടെ കൊടുത്തിട്ടുള്ള ഓരോ അളവുകളും ഞാൻ ഇതിലേക്ക് എങ്ങനെ ചെയ്യുക എന്നുള്ളതൊന്ന് കാണിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് നോക്കാം. ഇതാണ് നമ്മുടെ ഒരു കുട്ടിയുടെ ഫിഗർ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം ഇതിൽ ഷോൾഡർ മാർക്ക് ചെയ്യണം. ഷോൾഡർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കണ്ടല്ലോ, ഈ ഒരു പോയിന്റിൽ നിന്ന് ഇവിടെ വരെയുള്ള ഈ ഒരു അളവിനെയാണ് നമ്മൾ ഷോൾഡർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ ആദ്യം തന്നെ നമ്മൾ എപ്പോഴും തുണിയിൽ മാർക്ക് ചെയ്യുന്ന സമയത്ത് ആദ്യം നമ്മൾ ഷോൾഡറാണ് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. നമ്മൾ ഷോൾഡർ കണ്ടു. ഇനി അടുത്തതായിട്ട് നമുക്ക് വേണ്ട ഒരു മെഷർമെൻ്റ് എന്ന് പറയുന്നത് ആം ഹോൾ ഡെപ്താണ്. ആം ഹോൾ ഡെപ്ത് ഞാനിവിടെ കൊടുത്തിട്ടുണ്ട്. ഇതാണ് നമ്മൾ ഈ ഷോൾഡറിൻ്റെ ഈ പോയിന്റിൽ നിന്ന് ഇവിടെ വരെയുള്ള ഈ ഒരു അളവിനെയാണ് നമ്മൾ ആം ഹോൾ ഡെപ്ത് എന്ന് പറയുന്നത്. കണ്ടല്ലോ, അപ്പോൾ ഇതാണ് നമ്മുടെ ആം ഹോൾ ഡെപ്ത്. അപ്പോൾ നമ്മൾ ആദ്യം ഷോൾഡർ മാർക്ക് ചെയ്ത് പിന്നെ ആം ഹോൾ ഡെപ്ത്. അടുത്ത മെഷർമെൻറ്റ് വരുന്നത് നെക്കിൻ്റെ നെക്ക് വിഡ്ത്താണ്. അപ്പോൾ ഇവിടെയാണ് നമ്മുടെ നെക്ക് വിഡ്ത്ത് വരുന്നത്. കറക്റ്റ് ചെയ്ത ഈ ഒരു പോയിന്റിൽ നിന്ന് മറ്റൊരു പോയിന്റിലേക്ക് നെക്ക് വിഡ്ത്ത് വരും. മനസ്സിലായല്ലോ? ഓക്കെ, ഇനി നമുക്ക് വേണ്ടി നെക്കിൻ്റെ ഡെപ്താണ്. നെക്കിൻ്റെ ഡെപ്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നെക്കിൻ്റെ ലെങ്ത്ത്, നമുക്ക് എത്ര ലെങ്ത്തിൽ നെക്ക് വേണം എന്നുള്ളതാണ്. അത് ഓരോന്നിലും വ്യത്യാസപ്പെട്ടിരിക്കും. ചില ആൾക്കാർക്ക് കുറച്ചധികം ഇറക്കമുള്ള നെക്കായിരിക്കും ഇഷ്ടം, കുറച്ച് കയറിയിട്ടുള്ള നെക്കായിരിക്കും ഇഷ്ടം. അത് ഓരോരുത്തരെ അനുസരിച്ചിട്ടുണ്ടാവുമല്ലോ. അപ്പോൾ നെക്കിൻ്റെ ലെങ്ത്ത് നമ്മൾ മാർക്ക് ചെയ്തു. അടുത്ത ചെസ്റ്റ് റൗണ്ടാണ്. ചെസ്റ്റ് റൗണ്ട് പറഞ്ഞാൽ ഈ ഒരു പോയിൻ്റാണ് നമ്മുടെ ചെസ്റ്റ് റൗണ്ട് വരുന്നത്. അപ്പോൾ ചെസ്റ്റ് റൗണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ കംപ്ലീറ്റ് നമ്മൾ എടുക്കേണ്ട റൗണ്ടാട്ടോ. കംപ്ലീറ്റ് നമ്മുടെ ബോഡിയിൽ നിന്ന് നമ്മൾ ടാപ്പ് വെച്ച് റൗണ്ട് ചെയ്ത് എടുക്കേണ്ട അളവാണ് ചെസ്റ്റ് റൗണ്ട് എന്ന് പറയുന്നത്, ഈ ഒരു അളവ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അടുത്ത മെഷർമെൻറ്റ് ഏതാണ് വരുന്നത്? നമുക്ക് വേസ്റ്റ് റൗണ്ടാണ്. നമ്മുടെ ശരീരത്തിൽ ഇങ്ങനെ കുഴിഞ്ഞ് കിടക്കുന്ന ഒരു ഭാഗം ഉണ്ടല്ലോ, ഇതാണ് നമ്മുടെ വേസ്റ്റ് റൗണ്ടായിട്ട് വരുന്നത്. ഇവിടെയാണ് നമ്മൾ വേസ്റ്റ് റൗണ്ട് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. നമ്മുടെ ഷോർട്ട് ഫോമിലാണ് എല്ലാം എഴുതി വെക്കുന്നത്, നിങ്ങൾക്ക് മനസ്സിലാണെന്ന് വിചാരിക്കുന്നു. അടുത്ത നമ്മുടെ ഹിപ്പ് റൗണ്ട്. ഈ ഒരു ഭാഗം നമ്മുടെ ഏറ്റവും ബൾജ് ചെയ്ത് നിൽക്കുന്ന ഈ ഒരു ഭാഗത്തെ നമ്മൾ ഹിപ്പ് റൗണ്ട് എന്ന് പറയും. ഓക്കെ, അപ്പം ചെസ്റ്റ് റൗണ്ട് മാർക്ക് ചെയ്തു, വേസ്റ്റ് റൗണ്ട് മാർക്ക് ചെയ്തു, ഹിപ്പ് റൗണ്ട്. ഈ 3 റൗണ്ടുകൾ നമ്മൾ ബോഡിയിൽ നിന്ന് ടാപ്പ് വെച്ച് റൗണ്ട് ചെയ്തിട്ടാണ് നമ്മൾ എടുക്കേണ്ടത്. ആ കാര്യം ശ്രദ്ധിക്കണം കേട്ടോ. ഓക്കെ, ഇനി നമുക്ക് അടുത്ത മെഷർമെൻറ്റ് വരുന്നത് ഏതാണെന്നുള്ളത് നോക്കാം. അപ്പോൾ അടുത്ത മെഷർമെൻറ്റായിട്ട് നമുക്ക് കൊടുക്കേണ്ടത് നമ്മുടെ വേസ്റ്റിൻ്റെ ലെങ്ത്താണ്. വേസ്റ്റ് ലെങ്ത് എന്ന് പറയുന്നത് ഇതാണ് നമ്മുടെ വേസ്റ്റ് റൗണ്ട്. അപ്പോൾ നമ്മുടെ ഈ ഒരു ഷോൾഡറിൻ്റെ ഭാഗത്ത് നിന്നും എവിടെ വരെയാണ് നമ്മൾ വേസ്റ്റ് കിടക്കുന്നത്, അവിടെ വരെയുള്ള ലെങ്ത്തിനെയാണ് നമ്മൾ വേസ്റ്റ് ലെങ്ത് എന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയർ ആണല്ലോ? അപ്പോൾ അത് ഓരോരുത്തരുടെ ബോഡിക്ക് അനുസരിച്ച് വ്യത്യാസപ്പെട്ടിരിക്കും. ഇനി ടോപ്പ് ലെങ്ത്ത്. ഇപ്പം നമ്മൾ ഒരു ടോപ്പൊക്കെ ചെയ്യുന്ന സമയത്ത് നമുക്ക് എത്ര ഇറക്കത്തിൽ നമ്മൾ ടോപ്പ് ചെയ്യുന്നുണ്ടെന്ന് നോക്കുക. ചില ആൾക്കാർ വേസ്റ്റ് വരെ ആയിരിക്കും, ചിലപ്പോൾ അതിനേക്കാൾ ഇറക്കത്തിലായിരിക്കും ഓരോരുത്തരെടുക്കുക. അപ്പോൾ അതിനനുസരിച്ചുള്ള ലെങ്ത്താണ് നമ്മൾ ഈ ഒരു ടോപ്പ് ലെങ്ത്ത് പറയുന്നത്. അടുത്തെന്താണ്? ഷോൾഡർ ടു നീ ലെങ്ത്താണ്. നമ്മുടെ ഷോൾഡറിൽ നിന്ന് നമ്മുടെ മുട്ട് വരെയുള്ള ലെങ്ത്തിനെയാണ് നമ്മൾ ഷോൾഡർ ടു നീ ലെങ്ത്ത് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ വരെയുള്ള നമ്മൾ മുട്ട് വരെയുള്ള ഈ ഒരു പോയിൻ്റാണ്, ഈ ഒരു ലെങ്ത്തിനെയാണ് ഷോൾഡർ ടു നീ ലെങ്ത്ത് എന്ന് പറയുന്നത്. ഇത്രയും മനസ്സിലായിട്ടുണ്ടാവും വിചാരിക്കുന്നു. പിന്നെ ഹാഫ് സ്കേർട്ട് ലെങ്ത്ത്, നമ്മൾ സ്കേർട്ട് തയ്ക്കുന്ന സമയത്ത് നമുക്ക് ആവശ്യം വരുന്നതാണ്. അതായത് നമ്മൾ എവിടെ നിന്നാണ് സ്കേർട്ട് ധരിക്കുന്നത് അവിടെ തൊട്ട് അല്ലെങ്കിൽ വേസ്റ്റ് റൗണ്ട് തൊട്ടിട്ട് നമുക്ക് എത്ര ലെങ്ത്ത് വരെ വേണമെന്ന് വെച്ചാൽ അത് നമുക്ക് മാർക്ക് ചെയ്ത് കൊടുക്കാം. അല്ലെങ്കിൽ ഫുൾ ലെങ്ത്ത് വേണമെന്നുണ്ടെങ്കിൽ ഫുള്ള് നമുക്ക് അങ്ങനെ മാർക്ക് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഈ ഒരു ബോഡിയിലുള്ള മെഷർമെൻറ്റുകൾ വരുന്നത്. അപ്പോൾ കണ്ടല്ലോ, ഇതാണ് നമ്മുടെ ഷോൾഡർ, നെക്ക് വിഡ്ത്ത്, നെക്കിൻ്റെ ലെങ്ത്ത്, ആം ഹോൾ ഡെപ്ത്ത്, ചെസ്റ്റ് റൗണ്ട്, വേസ്റ്റ് റൗണ്ട്, ഹിപ്പ് റൗണ്ട്. അപ്പോൾ ഈ ഒരു മെഷർമെൻറ്റുകളാണ് നമുക്ക് ബേസിക്കായിട്ട് അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ. ഫ്രോക്കിൻ്റെ ആണ് നമ്മളിപ്പോൾ ബേസിക്കായിട്ട് നോക്കുന്നത്. അപ്പോൾ ഈ ഫ്രോക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് വേണ്ട മെഷർമെൻറ്റുകളൊക്കെയാണ് ഞാൻ ജസ്റ്റ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഓക്കെ, ഇനി എങ്ങനെയാണ് ഇത് തുണിയിൽ മാർക്ക് ചെയ്യുക എന്നുള്ളത് നമുക്ക് അറിയണമല്ലോ. അപ്പോൾ നമുക്ക് അളവുകൾ കിട്ടി, ഏതൊക്കെ ഭാഗങ്ങളിലാണ് ഏതൊക്കെ അളവുകൾ വരുന്നത് എന്ന് നമുക്ക് നോക്കാം. അപ്പോൾ അതിന് മുമ്പ് ഞാൻ ഒന്ന് പേപ്പറിൽ കാണിക്കാം നമ്മൾ
എങ്ങനെയാണ് തുണി മടക്കുന്നത്? ജസ്റ്റ് ഇമാജിൻ ചെയ്ത് തുണിയാണെന്ന് വിചാരിക്കാം. അപ്പോൾ തുണിയാണെന്നുണ്ടെങ്കിൽ ഇതുപോലത്തെ തുണിയെ നമ്മൾ ആദ്യം ഇതുപോലെ വിടുത്ത് വയസ്സ് നമ്മൾ രണ്ടാക്കി മടക്കും അല്ലേ, ഇതുപോലെ മടക്കി കൊടുക്കും. ഇനി ഒന്നും കൂടി ഇതിനെ ഇങ്ങനെ മടക്കി ലെങ്ത്തിൽ നമ്മൾ ഒന്നും കൂടി മടക്കി കൊടുക്കും. അപ്പോൾ ഇങ്ങനെയാണല്ലോ നമ്മൾ തുണി മടക്കിയെടുക്കുക, 4 ആക്കിയിട്ട് മടക്കിയെടുക്കും. ഇത് ക്ലോസ്ഡ് സൈഡ്, ഇത് ഓപ്പൺ സൈഡ്. ഓക്കെ, ഇനി നമ്മൾ തുണിയിൽ ഇത് ഞാൻ പേപ്പറിൽ ജസ്റ്റ് ഒന്ന് കാണിക്കാം. ഈ തുണി നമ്മൾ ഇതുപോലെ വെക്കുകയാണ് ചെയ്യുക. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ തുണി കിടക്കേണ്ടതെന്ന് വിചാരിക്കുക കേട്ടോ. അപ്പോൾ ഈ ഒരു ഭാഗത്ത് നമ്മൾ ആദ്യം മാർക്ക് ചെയ്യേണ്ട അളവ് ഏതാണ്? നമ്മളെ ഷോൾഡർ എന്ന് പറയുന്ന അളവാണ് നമ്മൾ ആദ്യം മാർക്ക് ചെയ്ത് കൊടുക്കേണ്ടത്. അപ്പോൾ ഇവിടെ വരെ ഞാൻ ഷോൾഡർ മാർക്ക് ചെയ്ത് കൊടുത്തു. അപ്പോൾ നമ്മുടെ 1 to 2 ഇയർ ബേബിയുടെ ഷോൾഡറിൻ്റെ അളവ് എത്രയാണ്? 4.25 ആണ്. അപ്പോൾ നമ്മളിവിടെ മാർക്ക് ചെയ്ത് കൊടുക്കേണ്ടത് 4.25 എന്ന് പറയുന്ന ഈ ഒരു അളവാണ് കേട്ടോ. ഇനി അടുത്ത് നമുക്ക് ആം ഹോൾ ഡെപ്ത് ആണ്. കണ്ടല്ലോ, ഇവിടെ നിന്ന് നമ്മൾ താഴത്തേക്ക് വരക്കുന്ന ഈ ഒരു അളവാണ് ആം ഹോൾ ഡെപ്ത്. ഇത് നമ്മൾ 4.25 അല്ലെങ്കിൽ 4.75 വരെ ഞാനിവിടെ കൊടുത്തിട്ടുണ്ട്. 4.25 അതായത് നമ്മുടെ ഷോൾഡർ എത്രയാണ് അത്ര തന്നെയാണ് നമ്മുടെ ഈ ഒരു ആം ഹോൾ ഡെപ്ത് വരുന്നത്. പക്ഷേ ചില കേസിൽ നമുക്ക് അധികം എടുക്കേണ്ടി വരും. അങ്ങനെ നമുക്ക് 4.75 വരെ അവിടെ മാർക്ക് ചെയ്ത് കൊടുക്കാം. അടുത്ത് നമുക്ക് എത്രയാണ്? നെക്ക് വിഡ്ത്ത് അല്ലേ. നെക്ക് വിഡ്ത്ത് എന്ന് പറയുന്നത് നമ്മുടെ ഈ ഒരു തുണിയുടെ ഈ അറ്റത്ത് നിന്ന് എത്ര അകലം വേണം നമുക്ക് നോക്കാം. അവിടെ നമുക്ക് മാർക്ക് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇവിടെ ഞാൻ മാർക്ക് ചെയ്യുന്ന അളവെന്ന് പറയുന്നത് എത്രയാണ്? 2.25 എന്ന് പറയുന്ന നെക്ക് വിഡ്ത്താണ് ഇവിടെ ഞാൻ മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. ഓക്കെ, ഇനി നെക്കിൻ്റെ ഡെപ്താണ്. നെക്കിന് എത്ര ഇറക്കം വേണം എന്നുള്ളത് നമുക്ക് നോക്കാം. അത് നമ്മുടെ ഈ ഒരു തുണിയുടെ ഏറ്റവും മുകളിൽ നിന്ന് താഴത്തേക്കുള്ള ഇറക്കം അല്ലേ, നെക്കിൻ്റെ ഇറക്കം. ഇതാണ് നെക്ക് ഡെപ്ത് എന്ന് പറയുന്നത്. നെക്ക് ഡെപ്ത് എത്രയാണ്? 2.5 ഇഞ്ചസ് ആണ്. അപ്പോൾ ഇവിടെ നമ്മൾ 2.5 ഇഞ്ച് മാർക്ക് ചെയ്യുന്നു. ഇതുപോലെ സ്ക്വയർ വരക്കുന്നു. ഇനി നമുക്ക് ഇഷ്ടത്തിലുള്ള റൗണ്ടിലാണെങ്കിൽ റൗണ്ട്, അല്ലെങ്കിൽ സ്ക്വയറിലാണെങ്കിൽ ഏത് ഷേപ്പ് നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ വരച്ചു കൊടുക്കാം. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നെക്കിൻ്റെ പോർഷൻസ് വരുന്നത്. അടുത്ത് നമുക്ക് എത്രയാണ്? ചെസ്റ്റ് റൗണ്ട് അല്ലേ. അപ്പോൾ ചെസ്റ്റ് റൗണ്ട് നിങ്ങൾ നോക്കുക, ഇവിടെ ഞാൻ 20 ഇഞ്ചസ് ആണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ 20 ഇഞ്ചസ് ഫുൾ റൗണ്ടാണ്. പക്ഷെ നമ്മൾ തുണിയിൽ മാർക്ക് ചെയ്യുന്ന സമയത്ത് കണ്ടല്ലോ, ഇവിടെ നമ്മൾ ഫുൾ റൗണ്ടിൽ എടുക്കുന്നതാണ് ചെസ്റ്റ് റൗണ്ട് എന്ന് പറയുന്നത്. പക്ഷെ തുണിയിൽ നമ്മൾ മാർക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് ഇത് മാർക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. ഓക്കെ, അപ്പോൾ നമ്മൾ അതിനെ എന്തുകൊണ്ട് 4 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. ചെസ്റ്റ് റൗണ്ടിനെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് എത്ര ഇഞ്ച് കിട്ടും? 5 ഇഞ്ചസ് കിട്ടും. അപ്പോൾ ഈ ഒരു 5 ഇഞ്ചസ് ആണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? തുണിയിൽ മാർക്ക് ചെയ്യേണ്ടത്. മനസ്സിലായിട്ടുണ്ടാവുമല്ലോ. അപ്പോൾ നമ്മുടെ ചെസ്റ്റ് റൗണ്ടിനെ നമ്മൾ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് 5 ഇഞ്ചസ് കിട്ടും അല്ലേ. അത് 5 ഇഞ്ചസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോന്നിനും ഓരോന്നാട്ടോ. പിന്നെ നമ്മൾ കുറച്ച് ഈസിന് വേണ്ടിയിട്ട് ഇടും, അതുപോലെ 1 ഇഞ്ച് തയ്യൽ തുമ്പും ഇടും. അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ ചെസ്റ്റ് റൗണ്ട് വരുന്നത്. അപ്പോൾ ചെസ്റ്റ് റൗണ്ടിനെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്തിട്ട് മാർക്ക് ചെയ്തു. അതിലേക്കൊരു 1/4 ഇഞ്ച് നമുക്ക് ലൂസിന് വേണ്ടിയിട്ട് ആഡ് ചെയ്തു, അതുപോലെ 1 ഇഞ്ച്. ഇനി നമുക്കിവിടെ ആമോൾ കർവ് വരച്ചു കൊടുക്കാം. അത് നമ്മളിപ്പോൾ ഇതിൽ ഞാൻ അധികം ഡീറ്റെയിലായിട്ട് പറയുന്നില്ല. അതൊക്കെ നമ്മൾ ഓരോ വീഡിയോ ചെയ്യുന്ന സമയത്ത് ഡീറ്റെയിലായിട്ട് അതിനെക്കുറിച്ച് പറയും. ഓക്കെ, അടുത്തത് നമുക്ക് മാർക്ക് ചെയ്ത് കൊടുക്കേണ്ട എന്താണ്? വേസ്റ്റ് ലെങ്ത് ആണ് അല്ലേ. ഇപ്പോൾ വേസ്റ്റിൻ്റെ ലെങ്ത് ഇത് ഈ ടോപ്പിൽ നിന്ന് എവിടെയാണ് നമ്മൾ വേസ്റ്റ് കിടക്കുന്നത് അവിടെ വരെയുള്ള ലെങ്ത്താണ് നമ്മൾ മാർക്ക് ചെയ്ത് കൊടുക്കുക. ഇനി ഈ ഒരു പോയിന്റിലാണ് നമ്മളെ വേസ്റ്റ് റൗണ്ട് മാർക്ക് ചെയ്യേണ്ടത്. അപ്പോൾ വേസ്റ്റ് റൗണ്ട് ഇവിടെ എത്രയാണ് വരുന്നത്? 19 ഇഞ്ചിലെ. അപ്പോൾ നമ്മൾ നേരത്തെ ചെസ്റ്റ് റൗണ്ട് ചെയ്ത പോലെ തന്നെ 19 ഇഞ്ചിനെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. 19 ഇഞ്ചിനെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്ന സമയത്ത് നമുക്ക് കിട്ടുന്ന അളവെന്ന് പറഞ്ഞാൽ എത്രയാണ്? 4.75 അല്ലേ. അപ്പോൾ ഈ 4.75 ആണ് നമ്മൾ ഇവിടെ മാർക്ക് ചെയ്ത് കൊടുക്കേണ്ടത്. വേസ്റ്റ് റൗണ്ടായിട്ട് മാർക്ക് ചെയ്ത് കൊടുക്കേണ്ടത്. പിന്നെ 1/2 ഇഞ്ച് അല്ലെങ്കിൽ 1/4 ഇഞ്ച് നമ്മൾ തയ്യൽ തുമ്പിന് വേണ്ടിയിട്ട് ആഡ് ചെയ്ത് ലൂസിന് വേണ്ടിയിട്ട് ആഡ് ചെയ്ത് കൊടുക്കും. അതുപോലെ 1 ഇഞ്ച് നമ്മൾ തയ്യൽ തുമ്പിന് വേണ്ടിയിട്ട് ആഡ് ചെയ്ത് കൊടുക്കുന്നു. അതുപോലെ തന്നെ നമ്മുടെ ടോപ്പ് ലെങ്ത്ത് വരും. ഈ ഒരു ഭാഗത്ത് നിന്ന് എത്ര ഇറക്കത്തിൽ നമുക്ക് വേണം വെച്ചാൽ അവിടെയാണ് നമ്മൾ ടോപ്പ് ലെങ്ത്ത് വരുന്നത്. അവിടെ നിന്ന് നമ്മൾ ഹിപ്പ് റൗണ്ട് മാർക്ക് ചെയ്തു. നേരത്തെ ചെയ്ത പോലെ തന്നെ ഹിപ്പ് റൗണ്ടിന് നമ്മൾ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. ഹിപ്പ് റൗണ്ട് ഇവിടെ എത്രയാണ്? 21 ഇഞ്ചസ് ആണ്. അതിന് 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്ന കിട്ടുന്ന അളവിനെ നമ്മൾ ഇവിടെ മാർക്ക് ചെയ്ത് കൊടുക്കും. ഒരു 1/4 ഇഞ്ചോ അല്ലെങ്കിൽ 1/2 ഇഞ്ചോ നമ്മൾ ഈസിന് ആഡ് ചെയ്ത് കൊടുത്തിട്ട് 1 ഇഞ്ച് തയ്യൽ തുമ്പ് കൊടുക്കും. ഓക്കെ, ഇനി നമ്മൾ ഈ ഒരു 3 പോയിന്റുകൾ തമ്മിലൊന്ന് ജസ്റ്റ് യോജിപ്പിച്ചെടുക്കും അല്ലേ. നമുക്ക് ആ ഒരു പാറ്റേൺ കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മളിതിങ്ങനെ യോജിപ്പിച്ചെടുക്കുന്നത്. അപ്പോൾ ഞാൻ ഇതൊക്കെ നമുക്ക് ഡീറ്റെയിൽഡായിട്ട് ഓരോ ടൈപ്പ് ഡ്രസ്സും ചെയ്യുന്ന സമയത്ത് അതിൽ നമുക്ക് ഡീറ്റെയിൽഡായിട്ട് പറയാം കേട്ടോ. അപ്പോൾ എന്തൊന്നും ഇതിൽ ഡീറ്റെയിൽഡ് പറയുന്നില്ല. ജസ്റ്റ് നിങ്ങൾക്ക് ഇതെങ്ങനെയാണ് മാർക്ക് ചെയ്യേണ്ടത് എന്നുള്ളത് കാണിക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഞാൻ ഇതിൽ കാണിച്ചിട്ടുള്ളത്. ജസ്റ്റ് ഇന്നത്തെ വീഡിയോയിൽ നിങ്ങൾ മെയിനായിട്ട് നോക്കേണ്ട കാര്യം എന്താണ്? നമ്മുടെ കിഡ്സിൻ്റെ സൈസ് ചാർട്ടാണ്. ഓരോ മെഷർമെൻറ്റിലുള്ള ഓരോ സൈസിൽ വരുന്ന കുട്ടികളുടെയും സൈസ് ചാർട്ട് ഞാൻ അളവുകൾ നമ്മൾ കൊടുത്തിട്ടുണ്ട്. ഞാൻ ആ ടേബിളിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഏറ്റവും ബെസ്റ്റ് എന്ന് പറയുന്ന കാര്യം എന്താണ്? നമ്മൾ ഡ്രസ്സിൽ നിന്ന് അളവെടുക്കുക എന്നുള്ളതാണ്, അല്ലെങ്കിൽ ബോഡിയിൽ നിന്ന് അളവെടുക്കുക. നമ്മൾ ഈ ഒരു സ്റ്റാൻഡേർഡ് മെഷർമെൻറ്റ് ചാർട്ട് ഉപയോഗിക്കുന്ന പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ കുട്ടികളും ഓരോ ഹൈറ്റ് ആയിരിക്കും, അതുപോലെ തടിയായിരിക്കും. അപ്പം നമ്മൾ പറയുന്ന സൈസ് ആ ഒരു അളവുകളെന്ന് പറഞ്ഞാൽ എല്ലാ കുട്ടികൾക്കും ശരിയാവണമെന്നില്ല. അപ്പോൾ ഏറ്റവും ബെസ്റ്റ് ഒരു ഫ്രോക്ക് അവർ യൂസ് ചെയ്യുന്ന അവർക്ക് പ്രോപ്പർ ഫിറ്റിങ്ങിലുള്ള ഒരു ഡ്രസ്സ് എടുക്കുക, അതിൽ നിന്ന് അളവെടുക്കുക. അപ്പോൾ ഈ എങ്ങനെയാണ് ഒരു ഉടുപ്പിൽ നിന്ന് നമുക്ക് അളവെടുക്കേണ്ടത് എന്നുള്ള ഡീറ്റെയിൽഡ് വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കാണാത്തവരുണ്ടെന്നില്ല അതൊന്ന് കണ്ടു നോക്കുക കേട്ടോ. ഇനി അടുത്തൊരു ക്ലാസ്സിൽ എങ്ങനെയാണ്
അതാണ് നമ്മൾ ബോഡി മെഷർമെൻറ്റ് എങ്ങനെ എടുക്കേണ്ടതെന്നുള്ളത് ഞാൻ ചെയ്യുന്നുണ്ട്. അപ്പം അതിന് മുമ്പ് അത്യാവശ്യം ഈ ഫ്രോക്കൊക്കെ ചെയ്യാൻ നമ്മൾ ചെയ്ത ഫ്രോക്കുകളൊക്കെ നിങ്ങൾക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു സ്റ്റാൻഡേർഡ് മെഷർമെൻ്റ് ആയിട്ട് ഞാൻ ജസ്റ്റ് ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് കാണിച്ചു തന്നുള്ളൂ. അപ്പോൾ നിങ്ങൾ ഈ ഒരു മെത്തേഡ് ഫോളോ ചെയ്യുന്നത് ചെയ്യുക. ചിലപ്പോൾ നിങ്ങളുടെ കുട്ടിയുടെ റെഡി ആയെന്ന് വരും, ചില മെഷർമെൻറ്റിൽ കറക്റ്റ് ആയെന്നും വരില്ല. ഓക്കെ, അപ്പം എന്തായാലും നിങ്ങൾ ഒരു ഡ്രസ്സ് കരുതി വെക്കുക. ആ ഡ്രസ്സിൽ നിന്ന് അളവെടുക്കാൻ വേണ്ടി പഠിക്കാം, ഇല്ലെങ്കിൽ ബോഡിയിൽ നിന്ന് അളവെടുക്കാൻ വേണ്ടി പഠിക്കാം. അപ്പം ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കേണ്ട. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്താൽ താങ്ക് യു.